അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ അജ്മീറിലെത്തിയ ചരിത്രം നമ്മൾ മുൻകൂട്ടി പറഞ്ഞു. ഇനി അവിടുന്ന് നമുക്ക് സെർവാറിലേക്ക് പോകണം. അതായത് നമ്മൾ അജ്മീറിലെത്തി റൂം എടുത്ത് നിന്ന ചരിത്രമൊക്കെ പറഞ്ഞ് അത് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് ഒന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും നമ്മളിനി സെർവാറിലേക്ക് പോവാണ് പിറ്റത്തെ ദിവസം. അതായത് ചൊവ്വാഴ്ച ഇന്നലെയാണ് നമ്മൾ അജ്മീറിലെത്തിയത്. ബുധനാഴ്ച നമ്മൾ രാവിലെ തന്നെ സെർവാറിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സെർവാറിലേക്ക് എങ്ങനെ പോകാൻ, അതായത് അജ്മീർ പാപ്പൻ്റെ മകൻ ബാവ തങ്ങൾ പാപ്പാൻ്റെ മക്കാമക്കാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ നേരെ അജ്മീറിന് നമ്മൾ ഇന്നലെ റെയിൽവേന്ന് വന്ന അതേ റൂട്ടിൽ കുറച്ചങ്ങോട്ട് നടന്നു പോരാ, തോന്നല്ല. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞുതരാം. കുറച്ചങ്ങോട്ട് നടന്നിറങ്ങുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ വഴിയിൽ കൂടും. അതായത് നിങ്ങൾ സെർവാർക്കാണോ താരാഗഡ്ക്കാണോ 100 റുപ്യ എന്നൊക്കെ 50 റുപ്യ എന്നൊക്കെ 200 റുപ്യ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വയറ്റിൽ കൂടും. ഏതായാലും നമ്മൾ കുറച്ച് അതൊന്നും നമ്മൾ വലിയൊരു കാര്യത്തിൽ എടുക്കണ്ട. ഇനി കൂടുന്നേയും കൂടാ. ഏതായാലും ഇങ്ങനെ റോട്ടുമേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടമാന ആളുകൾ, അതായത് നിങ്ങൾ ഏത് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റൂമിന് ദർഗയുടെ പുറത്തേക്ക് കൊണ്ട് ഇറങ്ങിയാണ്ട് ആരെങ്കിലും മുന്നേ ഇങ്ങനെ നിൽക്കണ്ട തന്നെ എടുക്കാൻ ഒരു ചോദിക്കും. അത് കാരണം ഓൽക്കറിയാം രാവിലെ തന്നെ ഇറങ്ങുന്നത് എങ്ങോട്ട് പോകാനാണ് എന്നെ. അപ്പം നമ്മൾ സെർവാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറക്കരുത്. അപ്പം നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബിഗ് ബസാർ, അതായത് അവിടെ ഒരു ബസാറുകളുണ്ട്, നയാ ബസാർ, ബിഗ് ബസാർ. റോട്ടുമേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ടമാന വണ്ടി നിർത്തിയിട്ടേ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നടന്നിറങ്ങി വന്നതാണ്. ഇനി ദർഗയിൽ നിന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ നമ്മളെ വയറ്റിൽ കൂടിയിട്ടുണ്ട്. അവിടുന്ന് ഒരു വണ്ടി അവരെന്ത് ചെയ്ത് നമ്മളോട് റേറ്റ് പറഞ്ഞുറപ്പിച്ച് ഒരാൾക്ക് 150 രൂപ, അതായത് ഒരു 8 ആളെ ഒരു വണ്ടി കയറ്റുന്നുണ്ട്. 8 ആളും 9 ആളൊക്കെ ഒരു കയറ്റും. അത് ഓല ഐഡിയക്ക് ഏതായാലും 150 രൂപയ്ക്ക് ഒരാൾക്ക് അവിടെ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും. അത് ചിലപ്പോൾ 100 രൂപയ്ക്ക് ഒരു ചെയ്തു തരും. അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന മാതിരി 200 റുപ്യ 300 റുപ്യ 400 റുപ്യക്ക് ഒരു ചോദിക്കും. ഏതായാലും ഒരു 150 റുപ്യ ആവറേജ് റേറ്റാണ്. കാരണം നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിലും 60 കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ സെർവാറിൽ പോയി വരുമ്പോഴത്തിന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ച കഴിയും. നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം അതിനുള്ള എല്ലാ സാഹചര്യവും ചെയ്തു തരും. നമ്മൾ വണ്ടി കയറി പോന്ന് വയ്യിൽ അവരൊരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. അതൊക്കെ അവർക്കൊരു 10 റുപ്യ കിട്ടുന്ന കേസാണ്. അവിടെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഒരു ചായൻ്റെ പൈസ അവനക്ക് കിട്ടും. അതിനായിരിക്കാം അവനവിടെ നിർത്തിയത്. നമ്മൾ ഭക്ഷണം ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയില്ല. നമ്മളെ കൂട്ടത്തിൽ മഹാരാഷ്ട്രയിലുള്ള കുറച്ച് ആളുകൾ ഉണ്ട്. കാരണം ഞാനും ഉമ്മയും പിന്നെ അതിൻ്റെ പുറമെ മഹാരാഷ്ട്രയിലുള്ളൊരു 4 ആൾക്കാരും, മൊത്തം 6 ആൾക്കാരാണ് ഞങ്ങളെ വണ്ടിയിലുണ്ടായിരുന്നത്. അത് ഓല് സെറ്റപ്പ് ആക്കിക്കോളും, നമ്മൾ സെറ്റപ്പ് ആക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നമ്മൾ കുറച്ച് വെള്ളം, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബോട്ടിൽ വെള്ളം, ഒരു ചെറിയൊരു ബാഗിൽ നമുക്ക് എന്തെങ്കിലും നട്സായിട്ട് കഴിക്കേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കയ്യിൽ പിടിക്കാം. വെള്ളം കരുതണം, എന്തായാലും മറക്കരുത്. വയ്യിൽ നിന്ന് പിന്നെ വെള്ളം വാങ്ങാൻ കിട്ടിയില്ലാന്ന് വരും. പിന്നെ സെർവാറിലെത്തിയിട്ട് കിട്ടും, അല്ലെങ്കിൽ വണ്ടിക്കാരനെ അവിടെ നിർത്തുമ്പോൾ അവിടുന്ന് വാങ്ങാം. ഏതായാലും നമ്മൾ ഈ വണ്ടിയിൽ കയറി 150 റുപ്യ ഒരാൾക്ക് ഉറപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ രണ്ടാളുണ്ടാകുമ്പോൾ 300 രൂപ ഉണ്ടാവും. ഓക്കെ, അതിനി നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് പോകണമെങ്കിൽ അവിടുന്ന് വലിയ ബസ്സുകൾ ഒപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ റേറ്റ് കമ്മിയാന്ന് പറഞ്ഞാൽ അവർ ബസ് കാണിച്ചു തരും. അതിന് പോയാൽ 50 റുപ്യക്ക് ഒരാൾക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം. 50 റുപ്യക്ക് ഇങ്ങോട്ടും വരാം. അപ്പോൾ 100 റുപ്യ ആവും. ഏതായാലും ഞാൻ 150 റുപ്യക്ക് ഇതിൽ ഉറപ്പിച്ച് കയറി. അങ്ങനെ യാത്ര തുടർന്നു. നമ്മളിപ്പോൾ ഏകദേശം സെർവാറിൻ്റെ അടുത്തെത്തി. ഇൻഷാ അല്ലാഹ് അവിടെ ഒരു 10 റുപ്യൻ്റെ ടോക്കൺ ഉണ്ട്. നമ്മളെ ഡ്രൈവർ സൽമാൻ അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടോക്കൺ കൊടുത്തു. നമ്മളോടൊരു 10 റുപ്യ വാങ്ങി, മറ്റേ ടീമിനോട് 10 റുപ്യ വാങ്ങി. പിന്നെ അങ്ങനെ 20 റുപ്യൻ്റെ നമ്മളോട് വാങ്ങി. ഓൻ എന്ത് ചെയ്തു, 10 റുപ്യ അവിടെ കൊടുത്ത്. ഏതായാലും ആ 10 റുപ്യ ഓനക്ക് കിട്ടി. അത് പോകട്ടെ, അങ്ങനെ ഒരു വിഷയത്തിന് നമ്മൾ ഇറങ്ങിയതല്ലേ. ഏതായാലും വന്ന് നമ്മളിപ്പോൾ സെർവാറിൻ്റെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സെർവാറിൻ്റെ ആ ബൗണ്ടറിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. നമ്മൾ നേരെ അതിലേക്ക് കണ്ട് കിടക്കുകയാണ്. ഇനി ഇവിടെ എന്താണുള്ളത് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ വരേണ്ട രൂപം പറഞ്ഞല്ലോ. റൂമിൽ നിന്ന് ഇറങ്ങുക, നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വയ്യിൽ കാണുന്ന ഇങ്ങനെ പുതിയ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. റോട്ടുമേലും അവിടെ ഇവിടെയൊക്കെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നവരോട് അല്ലെങ്കിൽ സെർവാർക്ക് പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് മുന്നിലുള്ള കടക്കാരോട് ചോദിക്കുക. അപ്പോൾ ഒരു അപ്പം തന്നെ ഒരാളെ വിട്ടുതരും. എന്തായാലും നമ്മൾ ഒരാളെ പിടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അവർ നമ്മളോട് പിന്നെ ഓവർ പൈസ ഒന്നും വാങ്ങൂല. നമ്മളിത് കണ്ടെക്കുക, ഒരു 100 റുപ്യ 150 രൂപ നമുക്ക് വരും എന്ന് നമ്മൾ മനസ്സിൽ കരുതി ആദ്യം വെക്കുക. അത് ഇനി ആര് നമ്മളെ കൊണ്ടുപോയി വണ്ടി കയറ്റിയാലും പ്രശ്നമില്ല. അവിടുന്ന് ചതിയും കൊള്ളുന്നില്ല. ഒക്കെ ഒരുപാട് ആളുകൾ അവർ കയറ്റുന്നുണ്ട് അതേമാതിരി. അപ്പോൾ നമ്മൾ സെർവാറിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് നേരെ ഈ തലകെട്ട് കാണുന്ന മുന്നിൽ നമ്മളെ വണ്ടി അവിടെ നിർത്തിയവർ. അങ്ങനെ നമ്മളെ ചെരുപ്പ് അവിടെ ഏൽപ്പിച്ചപ്പം ഒരു ചെറിയൊരു പൂവിൻ്റെ ഒരു ബൊക്ക തന്നു. ഒരു 5 രൂപ അല്ല 10 രൂപ പിന്നെ നമ്മൾ ചെരുപ്പിന് പൊതുവേ കൊടുക്കണം. അവർ 50 രൂപേൻ്റെ ബൊക്ക വാങ്ങിയോട് കൂടി ആ ചെരുപ്പ് വെക്കലടക്കം അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ചെരുപ്പ് സേഫ്റ്റി ആയിട്ട് ആ പീടിയൻ്റെ മുന്നിൽ വെച്ച് 2 ആളെ ചെരുപ്പും വെച്ച് ഒരു ചെറിയൊരു ബൊക്കയും വാങ്ങി. 50 റുപ്യൻ്റെ ഒരു പൂവ്, നമ്മളൊരു പാപ്പാൻ്റെ അടുത്തേക്ക് ചെല്ലല്ല, അത് ഒരു രാജസ്ഥാൻ്റെ ഒരു തനിമയാണ്. പോകുന്നിടത്തേക്ക് ചെറിയ റോസിൻ്റെ ഒരു തട്ടൊക്കെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ. ഏതായാലും ഇൻഷാ അല്ലാഹ് നേരെ മക്കാമക്ക് കയറുകയാണ്. അപ്പം നമുക്ക് ഇനി മൂത്രമൊഴിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കാമക്ക്, കാരണം 10-60 കിലോമീറ്റർ ഓടി വന്നതാണ് നമ്മൾ. അപ്പം ഇങ്ങനെ കയറുമ്പം മക്കാമിൻ്റെ മെയിൻ ഗേറ്റ് ഇങ്ങോട്ട് കയറുമ്പം നേരെ ഇങ്ങോട്ട് ഇടത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം സൗകര്യമുണ്ട്. ഓക്കെ, മെയിൻ ഗേറ്റ് കയറി കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലേക്ക് ബാത്റൂം സൗകര്യമുണ്ട്.
ലേഡീസിനും ഉണ്ട് ബോയ്സിനും ഉണ്ട്. ഓക്കെ, അവിടുന്ന് വലത് സൈഡിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാലാണ് ദർഗയിലേക്കുള്ള വഴി. ഇതാ അത് നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക് കാണാം, എന്നാലും നമ്മൾ വിശദീകരിച്ച് തരികയാണ്. ഇതിങ്ങനെ കയറുമ്പം വലത്ത് സൈഡിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം അവരിങ്ങനെ നിലം ക്ലീൻ ചെയ്യുന്നുണ്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്നതാണ് ഹൗള്. ഓളു എടുക്കുക, അവിടെ ലേഡീസിനുള്ള സൗകര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും രണ്ടാൾക്കുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് ഓളു എടുക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് മക്കാമിൻ്റെ പരിസരം. ഇത് നേരെ അങ്ങോട്ട് കണ്ടില്ല, ഇവിടെ ഇങ്ങനെ കവാലികളും അതുപോലെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ മധുരം വിതരണം ചെയ്യലും ഒക്കെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം സ്ത്രീകൾക്ക് പ്രവേശനമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ മക്കാമിൻ്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് കേൾക്കുകയാണെങ്കിൽ വലിയ മഹാനാണ്, ചരിത്രം കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ മഹാൻ്റെ കൈപ്പത്തി അറ്റുപോയിട്ട് ആ കൈ പോയി യുദ്ധം ചെയ്ത ചരിത്രം വരെ ചരിത്രത്തിൻ്റെ താളുകളിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അയിമക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമയം ഒരുപാട് നഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. അപ്പം ഈ നേരെ മുന്നിൽ കാണുന്നത് പള്ളിയാണ്. കംപ്ലീറ്റ് മാർബിൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പള്ളി ഉണ്ടാക്കിയത് മാർബിളാണ്, മക്കാമിൻ്റെ പണി തീർത്തതും മാർബിളാണ്, കംപ്ലീറ്റ് മാർബിളാണ്. ഏകദേശം ഹിജ്റ ഏകദേശം 667 ആയിരിക്കാം ഇതിൻ്റെ വർക്കുകൾ തീർത്തത്. കാരണം മഹാനവറുകൾ ജീവിച്ചിരിപ്പുള്ള സമയം നമ്മൾ പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ ഹിജ്റിൻ്റെ സമയം പറഞ്ഞത് വേറെ ആരൊക്കെ സംശയം ചോദിച്ചു, അത് 974 എങ്ങനെ പിന്നെ അക്ബർ ചക്രവർത്തി ജനിക്കുമെന്നൊക്കെ. കാരണം അത് ഏതായാലും ഹിജ്റിൻ്റെ കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും അതേപോലെ തന്നെ ഹിജ്റ 667 ആണ് മഹാനവറുകൾ വഫാത്തായത്, അന്നുണ്ടാക്കിയ ദർഗയാണിത്. അപ്പം നേരെ ഇങ്ങോട്ട് ദർഗയിലേക്ക് കയറി കാണുന്നതാണ് ദർഗ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നമുക്ക് സിയാറത്ത് നേരെ ഉള്ളിലേക്ക് കയറി സിയാറത്ത് ചെയ്ത് സൈഡിൽ ഇരുന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ദർഗയിലുണ്ട്. മഹാനവറുകൾ വലിയ മഹാനാണ്. വലിയ മഹാൻ പറഞ്ഞു വെച്ചാൽ ഉപ്പാപ്പാൻ്റെ മൂത്ത മകനാണ്. മഹാനവറുകളെ ഉപ്പാപ്പ വിവാഹം കഴിച്ച സമയങ്ങളും അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ഉമ്മൻ്റെ ഖബറാണ് നമ്മൾ അവിടെ കണ്ടത്. മക്കാമിൽ നമ്മൾ പറഞ്ഞല്ലോ അവിടുത്തെ ഉപ്പാപ്പൻ്റെ ഭാര്യമാരെ ഖബറാണ് ഇന്ന്, അതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഉമ്മൻ്റെ ഖബർ. എങ്ങനെ ഉപ്പാപ്പ ഇവിടെ എത്തി എന്നുള്ളതും ഒക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഉപ്പാപ്പ ഇവിടെ എത്തിയത് ഉപ്പാപ്പൻ്റെ അമ്മമാർ, അതായത് ഉമ്മൻ്റെ നാടാണിത്. ഇവിടേക്ക് വന്നതിൻ്റെ ചരിത്രമൊക്കെ വലിയ ചരിത്രമാണ്. കാരണം ഉപ്പാപ്പ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അജ്മീറത്തെ ഉപ്പാപ്പ അങ്ങനെയല്ല. അജ്മീറത്തെ ഉപ്പാപ്പാൻ്റെ അടുത്ത് അവിടെ നിങ്ങൾ ചെന്നില്ല, എന്ത് കണ്ടാലും അവിടെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യൻ്റെ രാജാവാണ്. അപ്പം അവിടെ എന്തും സ്വീകരിക്കും. അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ആ ഒരു പവറിലുള്ള ആളുകളായിരുന്നു. അതായത് ഉമർ റളിയല്ലാഹുവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും രണ്ട് മാറ്റങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും എന്ത് കണ്ടാലും പ്രതികരിക്കൂല. കാരണം ഹബീബായ തങ്ങളെ പ്രണയിച്ചങ്ങനെ നടക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന് അങ്ങനല്ല. തെറ്റാണെന്ന് തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം വയ്യിൽ എവിടെ കണ്ടാലും അപ്പം പ്രതികരിക്കുന്നൊരു സ്വഭാവം ഉമർ റളിയല്ലാഹുവിനുണ്ടായിരുന്നു. അതേമാതിരി തന്നെ രണ്ടും ദീനിൻ്റെ ഒരു ഷിഹാറിൽ പെട്ടത് തന്നെയാണ്, ഒന്നും പുറത്തല്ല. ഏതായാലും ഇപ്പാപ്പ അവിടുന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഏത് വിഷയം കണ്ടാലും അത് ദീനിന് നിരക്കാത്തതാണെന്ന് തോന്നിയാൽ അപ്പം പ്രതികരിക്കും. അപ്പം ഈ മക്കാമിൽ ഒരുപാട് കാലം ആരും വല്ലാതെ വരവൊന്നുമില്ല. കാരണം കൂടുതൽ വലിയ വലിയ ഉസ്താദുമാരും അങ്ങനത്തെ ആളുകളൊക്കെ വരാറുള്ളായിരുന്നു. ഇവിടുത്തെ വലിയ ചരിത്രങ്ങൾ ഇവിടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മൾ മക്കാമിന് നേരെ പുറത്തിറങ്ങി. ഇവിടെ ഒരുപാട് പുറത്ത് നല്ല നല്ല കച്ചവടങ്ങളുണ്ട്. ഈ മലഞ്ചരക്ക് സാധനങ്ങൾ, ഏലക്കായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് പാകത്തിന് കിട്ടും. കരിഞ്ചീരം, പെരിഞ്ചീരം, ഏലക്കായി നല്ല ഒറിജിനൽ സാധനം കിട്ടും. ഞാൻ കുറച്ച് സാധനം വാങ്ങിയിരുന്നു. ഇതൊക്കെ ഇങ്ങനത്തെ കടകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കിട്ടും. ഇവിടെ നല്ല മനുഷ്യന്മാർ, അതായത് പിന്നെ മക്കും മദീനയും എന്നാണ് അറിയപ്പെടുക. പിന്നെ ഉപ്പാപ്പാൻ്റെ ഹദറത്തിന് അവിടെ അജ്മീറിൻ്റെ മക്കാനും ഇവിടെ മദീന എന്ന് അറിയപ്പെടും. ഇവരെ നമ്പറാണിത്. ഏതായാലും ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും, നല്ല ഭക്ഷണം കിട്ടും. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. പിന്നെ ഈമാനുള്ള മനുഷ്യന്മാരാണൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മനസ്സിനൊരു കബൂലും കിട്ടും. ഏതായാലും ഇവിടെ നിന്നും നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഇത് ഉപ്പാപ്പാൻ്റെ മൂത്ത മകനാണ്. ഇവിടുത്തെ പേര് ഫക്രുദ്ദീൻ ബാവ ഷെർവാരി എന്നാണ് പേര്. അതുപോലെ തന്നെ അവിടെ നമ്മൾ ആ മെയിൻ ഗേറ്റ് കണ്ടല്ലോ, ആ മെയിൻ ഗേറ്റ് ഉണ്ടാക്കിയത് അബ്ദുൽ മന്നാൻ എന്ന പറയുന്ന വലിയൊരു മഹാനാണ് അതുണ്ടാക്കിയത്. അവിടുത്തെ നാട്ടിലെ വലിയൊരു പൗരപ്രമുഖനായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയതാണ്. 32 വർഷം സർവാറിൽ തങ്ങൾപ്പാപ്പ ഭരിച്ചിട്ടുണ്ട്. അതായത് ബാവ തങ്ങൾപ്പാപ്പ ഭരണം നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വലിയ ചരിത്രം ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഏതായാലും ഇവിടെ നിന്നും വീട്ടിലേക്ക് നമ്മൾ പോവാണ്. ഇവിടുന്ന് ഞങ്ങൾ അതേ വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ചു പോണത്. ഒരു 1.5 മണിക്കൂർ നമ്മളിവിടെ ചിലവഴിച്ചു. ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല റാഹത്തിലാണ്. പിന്നെ ഇവിടുന്ന് ചെറിയ കൂടുതൽ ആളുകൾ നമ്മളെടുത്ത് ഇങ്ങനെ പിരിവിനൊക്കെ വരും. അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുക. നമ്മളെ വണ്ടിയിൽ നമ്മൾ വന്ന് കയറി അവിടുന്ന് നേരെ യാത്ര തിരിക്കുകയാണ്. ഹിജ്റ
1591 മഹാനവർകൾ ജനിച്ചത്. ഹിജ്റ 667 മഹാനവർകൾ വഫാത്താകുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ആളുകൾ കേരളവുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രം തന്നെ ഉണ്ട്. ഇവിടെ പിന്നെ ഞങ്ങൾ ഒരിക്കൽ വന്ന സമയത്ത് അവിടുത്തെ ഒരു ആൾ ഞങ്ങളോട്, ഒരു ഹാദിമ് നമ്മളോട് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ബാവ മുസ്ലിയാരെ പറ്റി, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പറ്റിയിട്ട് ഒരു ചരിത്രമൊക്കെ, അതൊക്കെ നമുക്കൊരു വലിയ ചരിത്രം തന്നെയാണ്. കാരണം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും ടീമും രാത്രി ഇവിടെ സന്ദർശനത്തിന് വരികയും മക്കാമ് അന്ന് 3 മണിയാകുമ്പോഴത്തേന് അടക്കണ മക്കാമ് രാത്രി തുറന്നിട്ടത് ഇവർ കാണുകയും, അങ്ങനെ എന്താണ് തുറക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പം അത് സ്വപ്നത്തിലൂടെ വന്നിട്ട് ഹാദിമിനോട് കേരളത്തിന് വലിയ മഹാന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ് എന്ന് പറഞ്ഞതും ഒക്കെ എന്നതിൻ്റെ ശേഷമാണ് ഇവിടെ ഇത്ര ഡെവലപ്പായിട്ട് കൂടുതൽ ആളുകൾ ഇവിടെ രാത്രിയും വരലുണ്ട്. കാരണം കേരളക്കാർ എല്ലാവരും, ഏത് മൂല്യന്മാരും ഇവിടെ വരും, വിവരമുള്ളവരൊക്കെ ഇവിടെ വരും. അത് അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ ഏതായാലും ഇവിടുന്ന് തിരിച്ച് നമ്മൾ നേരെ നമ്മളെ അജ്മീർ ദർഗൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ദർഗയിൽ നമ്മളെ റൂമിൻ്റെ അടുത്തേക്ക് എത്തി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ റൂമിൽ പോയി. ഇനി അടുത്തത് നമുക്ക് താരാഗഡ് മല പോകണം. അതിൻ്റെ വീഡിയോ തൊട്ടടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പോകേണ്ടിയെന്നും എത്ര റേറ്റ് വരുന്നു, അതുപോലെ തന്നെ അജ്മീറിലെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണിക്കാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ അടുത്തതിൽ ഉടനെ കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.